സ്വർഗാരോഹണ തിരുനാളിന് ശേഷം പെന്തക്കുസ്ത തിരുനാളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. പെന്തക്കുസ്തയെക്കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലും ചിന്തയിലും അരൂപിലും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ചില പരാമർശങ്ങളും ചില തൃപ്തികരമായ വിശദീകരണങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും അപ്പസ്തോലിക സഭയും നാം ആയിരിക്കുന്ന സഭയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന സന്ദർഭമാണ് ഇത്. അർത്ഥപൂർണമായ വലിയ സാധ്യതകളുള്ള ഒരു പെന്തക്കുസ്ത തിരുനാളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിന് ഈ പങ്കുവയ്ക്കൽ ഏറെ ഉപകാരപ്പെടും. നിങ്ങളിത് സസൂക്ഷ്മം കേട്ട് പെന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കെ.എസ്. മാത്യു സാറിനെ ബത്ലഹേം ടി.വിയുടെ പ്രേക്ഷകർക്ക് പരിചയമുണ്ട്. ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. എനിക്കുള്ള പരിചയം പോലെ തന്നെ ബത്ലഹേം ടി.വിയിൽ കെ.എസ്. മാത്യു സാർ അത്രയും വിലപ്പെട്ട സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എങ്ങനെ കാര്യക്ഷമമായ രീതിയിലും ഫലപ്രദമായ രീതിയിലും കൃപാജീവിതത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെ ധന്യവും ശ്രേഷ്ഠവുമാക്കാമെന്നുള്ളതാണ് ഈ ഒരു പങ്കുവയ്പ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക. നമുക്ക് മാത്യു സാറിനോട് ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത്, പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ നിഴലാണ്. പുതിയ നിയമത്തെ യാഥാർത്ഥ്യമാക്കുന്നത് പഴയ നിയമത്തിൻ്റെ പഠനങ്ങളാണ്. പുതിയ നിയമത്തിൽ എല്ലാം വന്നു, പഴയ നിയമത്തിൽ നിഴലായിട്ട് എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യന് ജീവൻ കൊടുക്കുന്നൊരു പ്രക്രിയയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് അവിടെ അങ്ങ് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യമാണ്. ദൈവകർത്താവ് ഭൂമിയിലെ പൊഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി. അപ്പോൾ തത്വത്തിൽ ചിന്താൻ ദൈവത്തിൽ നിന്നാണ് ജീവൻ വന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഹീബ്രു മൂലത്തിൽ നിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വൈപ്പാക്ക് എന്നാണ്. വൈപ്പാക്ക് നഫക്ക് എന്ന വാക്കിൽ നിന്നാണത്. നഫക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊതുക, ഊതി വീർപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ ബലൂൺ വീർപ്പിക്കുന്നത് പോലെയൊക്കെ ഊതുന്നതിനെയാണ് നഫക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവം അങ്ങനെ ഊതുമ്പോൾ അതിൽ നിന്ന് വരുന്നത് നിശ്വാസമാണ്, കാറ്റാണ്. ഈ ആത്മാവ്, കാറ്റ്, നിശ്വാസം, ഇതിനെല്ലാം ഹിബ്രു പദം റൂഹാക്കാണ്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന റൂഹ ആത്മാവാണ്. അപ്പം ദൈവം അനാദിയിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ്. അപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെയാണ്. എന്നാൽ പഴയ നിയമത്തിൽ ആത്മാവെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇതൊരു യൂണിവേഴ്സൽ ആയതുകൊണ്ട്. ഹോളി എന്ന വാക്കിൻ്റെ അർത്ഥം, കാദോഷ് എന്ന ഹിബ്രു വാക്കിൻ്റെ അർത്ഥം സെറ്റ് എ പാർട്ട്, വേർതിരിക്കുക എന്നുള്ളത്. ഈ വേർതിരിവ് വരുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഇതേ ആത്മാവിനെ ഹോളി സ്പിരിറ്റ് എന്ന് നമ്മൾ പറയും. ആദ്യം ആത്മാവിനെ കൊടുക്കുന്നു, ആത്മാവ് ഒന്ന് തന്നെയാണ്. ഈ ആത്മാവ് പഴയ നിയമത്തിൽ നിശ്വസിച്ച അതേ ആത്മാവ് തന്നെയാണ്. ആത്മാവിന് മാറ്റമില്ല, പക്ഷെ രണ്ട് പ്രവർത്തനങ്ങളാണ്. അപ്പം അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ പരിശുദ്ധം എന്ന ഹോളി എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കുക, സെറ്റപ്പാർട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെറ്റപ്പാർട്ട് ചെയ്യുന്നത് ഉത്ഥാനത്തിനായ ഈശോയ്ക്ക് ശേഷമാണ് മനുഷ്യനിൽ ആ വേർതിരിവുണ്ടാകുന്നത്. അതുപോലെ മനുഷ്യരെല്ലാം ഒരുപോലെ, വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആത്മാവെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പറയിച്ചിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം ബൈബിൾ വെളിപ്പെടുത്തുന്ന ആത്മാവ് ഒന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ആവിഷ്കരണവും അതിൻ്റെ പ്രവർത്തനത്തിനും വ്യത്യാസം അത്ര. അതാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ജീവന്റെ ശ്വാസത്തെ നിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നിശ്വസിച്ച എന്താണോ അതാണ് ജീവൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം ജീവനായി വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അതെല്ലാം മനുഷ്യരിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് ജീവൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ആത്മാവിലൂടെ അവിടെ പറയുന്നത് ജീവനുള്ള ആയി എന്ന് പറയുന്നതിനെ ഉപേക്ഷിക്കുന്നത് നഫേഷ് എന്ന വാക്കാണ്. അതെന്ന് പറഞ്ഞാൽ സോൾ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ദേഹി, നമ്മുടെ ഇന്നർ ബീയിങ്. അപ്പം മാത്യു എന്ന് പറയുന്ന ആളിൻ്റെ ശരീരം അച്ഛൻ കാണുന്നത്, പക്ഷെ എൻ്റെ യഥാർത്ഥ മനുഷ്യൻ, എൻ്റെ വ്യക്തി എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. അതാണ് എൻ്റെ സോള്, അതാണ് എൻ്റെ പേഴ്സൺ. നമ്മൾ തോമാച്ചൻ്റെ ശവടക്കിന് പോയി എന്ന് പറയുന്നു, തോമാച്ചനെ അടക്കി എന്ന് പറയുന്നില്ല. അപ്പോൾ തോമാച്ചൻ എവിടെയോ ഉണ്ട്. അപ്പോൾ ആ തോമാച്ചനാണ് നമ്മുടെ സോള്. ഈ സോളും ദൈവത്തിൻ്റെ ഈ ആത്മാവും ജീവനായിട്ട് ഇത് രണ്ടും കൂടെ ഈ സ്ട്രക്ചറിനകത്തിരിക്കുന്നു. ദൈവം കൈകൊണ്ട് മെനഞ്ഞ ആ സ്ട്രക്ചറിനകത്തിരിക്കുന്നു. അങ്ങനെയാണ് മനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ ഇതുപോലെ ദൈവം സൃഷ്ടിച്ച മറ്റൊരു ജീവിയും ഇല്ല. ഞാനത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അത് എല്ലാവർക്കും ജീവനുണ്ട്, പക്ഷെ എല്ലാ ജീവികൾക്കും ആത്മാവില്ല.
ആത്മാവ്. മനുഷ്യൻ മാത്രമേ ആത്മാവുള്ളൂ. എല്ലാ ജീവന്റെയും പിന്നിൽ ആത്മാവിന്റെ പ്രവർത്തനമുണ്ട്. പക്ഷെ ആത്മാവ് വസിക്കുന്ന ഏക ജീവി മനുഷ്യൻ മാത്രം. അതുകൊണ്ട് ഈ മനുഷ്യന് മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ വന്ന് വസിക്കുകയുള്ളൂ. അത് നമുക്ക് ഒന്നും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം. അതായത് ആത്മാവിന്റെ പ്രവർത്തനം എല്ലായിടത്തും ഉണ്ട്, എല്ലാ ജീവനിലും ഉണ്ടാകാം. പക്ഷെ അത് മനുഷ്യനിൽ പ്രവർത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രപഞ്ചം മുഴുവൻ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് വീണ്ടും സ്വീകരിക്കാനും ശക്തിപ്പെടാനും പറ്റും. ഉദാഹരണം പറയാം. വേറെ അച്ഛനെ ഇപ്പം ആലപ്പുഴ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഒരു പാട്ട് കേട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛൻ ആ പാട്ട് കിട്ടുന്നത് എന്ത് ചെയ്യും? അച്ഛൻ ആലപ്പുഴ സ്റ്റേഷൻ ട്യൂൺ ചെയ്യും. സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ പാട്ട് അച്ഛനിലേക്ക് വരും. കാരണം സ്റ്റേഷനാണ് പാട്ട് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പം ഇത് വാസ്തവത്തിൽ ഇലക്ട്രോണിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിലെ വൈദ്യുതകാന്ത തരംഗം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ സംപ്രേഷണം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ റേഡിയോയ്ക്കകത്തും ചെറിയ രീതിയിലെ വൈദ്യുതകാന്ത തരങ്ങൾ അതേ ഫ്രീക്വൻസി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവ രണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ വരുമ്പോഴാണ് സ്റ്റേഷനിലെ പാട്ട് അച്ഛൻ്റെ പെട്ടിയിലേക്ക് വരിക. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഒരു വിളക്കായിട്ടിരിക്കുന്നു. സക്കറിയ 12:1 പറയുന്നുണ്ട്, ഒരു വിളക്കായിട്ട് ആത്മാവ് ഇരിക്കുന്നുണ്ട്. അത് ഈ പ്രപഞ്ചം മുഴുവൻ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതേ ക്വാളിറ്റി തന്നെ. പക്ഷെ ഇതൊരു കൊച്ചു വിളക്കാണ്, മറ്റു സൂര്യനെ പോലെയാണ്, മൈക്രോ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണ്ണനായിരുന്നു, നിങ്ങൾ പരിപൂർണ്ണനായിരിക്കും. കാരണം പിതാവായ ദൈവത്തിൻ്റെ പരിപൂർണ്ണത അല്ലെങ്കിൽ ത്രിത്വത്തിൻ്റെ തനിമയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പിതാവുത്തും പരിശുദ്ധാത്മാ ദൈവം. ഇനി ആത്മാവ് എവിടെയെങ്കിലും പോയാൽ ഒറ്റയ്ക്ക് പോകുമോ? പിതാവുത്തും പരിശുദ്ധാത്മാ പിതാവ് സൃഷ്ടിച്ചപ്പോൾ ഒറ്റയ്ക്കാണോ? അവർ പിതാവുത്തും പരിശുദ്ധാത്മാ കൂടെ സൃഷ്ടിച്ചത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ത്രിത്വത്തിലെ ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യത്തില്ല. നമ്മൾ അനുബന്ധവും അല്ല, മറിച്ച് നമ്മൾ അതിൻ്റെ ഭാഗവും. അബ്സല്യൂട്ട്ലി അനുബന്ധം എന്ന് പറയുമ്പോൾ രണ്ടായി. അപ്പം നമ്മൾ ആ ദൈവത്തിൻ്റെ പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിൽ ഒരു മൈക്രോ ദൈവമായിട്ട്, അതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, ദൈവത്തിൻ്റെ മക്കളാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. മനസ്സിലായോ? ചായയിലും സാദൃശ്യത്തിലും ഈ പണ്ടൊക്കെ വൈറ്റാട്ടുകളെ അല്ലെങ്കിൽ വല്യമ്മമാർ കുഞ്ഞനിച്ചാൽ പറയില്ലേ, അപ്പൻ്റെ കണ്ണാണല്ലോ അമ്മയുടെ മൂക്കാണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കോപ്പിയാണെന്നാണ് പറയുന്നത്. അതുപോലെ ദൈവത്തിന് ചായയും സാദൃശ്യം അത് തന്നെ നീ സമാനത. അപ്പം നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു തലമുണ്ടല്ലോ ആത്മാവിൻ്റെ, നമുക്ക് അതിനെക്കുറിച്ചൊന്ന്. അച്ഛൻ പറയുന്നത് യോഹന്നാൻ 20:21 ശിഷ്യന്മാരുടെ മേൽ ഊതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വാസ്തവത്തിലെ അച്ഛാ ഈ നമ്മൾ ഈ ഉത്ഥാനത്തിലെ ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ പാപമോചനം സംഭവിക്കുന്നത് ഈ യോഹന്നാൻ 20:22 അതായത് അവൻ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ടു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. അസൽ ഇംഗ്ലീഷ് ബൈബിളിലും ഈ മൂലത്തിലേക്ക് പോകുമ്പം അത് രണ്ട് കാര്യമാണ്. ഹി ബ്രീത്ത് ഓൺ ദം ആൻഡ് സെഡ് റിസീവ് ഹോളി സ്പിരിറ്റ്. അവരുടെ മേൽ നിശ്വസിച്ചു എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഇതാണ് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. രണ്ട് പ്രവൃത്തി അവിടെ നടക്കുന്നത്. ആ ഉൽപ്പത്തി. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമ്പൂർണ്ണ ഗ്രീക്ക് ബൈബിൾ എടുത്താൽ ഉൽപ്പത്തിയിലെ 2:7 പറയുന്ന ഊതി എന്നുള്ളതിന് ഉപയോഗിക്കുന്ന മൂലപദം എംഫുസാവോ എന്നാണ്. അപ്പോൾ ഈ ഗ്രീക്ക് വാക്ക് ബൈബിളിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഉൽപ്പത്തി 2:7 2 യോഹന്നാൻ 20:22. ഈ ആദ്യത്തേത് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. വളരെ ചെറിയ രീതിയിൽ അവൻ്റെ ആസാനന്ദങ്ങളിലേക്ക് മാത്രം വളരെ കോൺക്രീറ്റൈസ് ചെയ്താണ് ഒരു ഊതാണ്. മറ്റേത് പൊതുവായിട്ട്, പക്ഷെ പൊതുവാണെങ്കിലും എല്ലാവർക്കും മേലാണ്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. പക്ഷേ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ പാപം ചെയ്തത് മൂലം ഇവർക്ക് ദൈവം കൊടുത്ത 3 കാര്യത്തിൽ 2 നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ഛായ ഉണ്ടായിരുന്നു, അതായത് ദൈവം മോഡലായിട്ട് സൃഷ്ടിച്ചു. അതിന് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ്, ദേഹം ദേഹി ആത്മാവുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന് ദൈവം ഒരിക്കലും മാറ്റം വരും, കാരണം ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ഈ ആത്മാവിലൂടെ അവന് ദൈവമായി ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ ജീവിച്ചിരുന്നത് പറുദീസ അല്ലെങ്കിൽ ഏദനിലായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. അപ്പം ഇവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, അവൻ ദൈവത്തിലായിരുന്നു. നമ്മുടെ ഒരു കുടം കൊണ്ടുപോയി ആറ്റിൽ മുക്കുന്നത് പോലെ, കുടം വെള്ളത്തിലാണ്, കുടത്തിനകത്ത് വെള്ളമാണ്.
ഈ അവസ്ഥയിൽ ഇവൻ ഏറെന്തിനു പുറത്ത് വന്നു. അപ്പം ഈ ദൈവ സാന്നിധ്യം അവൻ നഷ്ടപോയി. ഇവൻ ദൈവമായിട്ടുണ്ടായിരുന്ന ബന്ധം അവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ദൈവത്തെ കാണുമ്പോൾ പറഞ്ഞു, അവൻ മരങ്ങളുടെ പിന്നിൽ ഒളിച്ചു. സെപ്പറേഷൻ ഫ്രം ഗോഡ്. ദൈവമായിട്ട് ബന്ധം നഷ്ടപോയി. അവൻ ആധിപത്യം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവന് രണ്ട് കാര്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവന് ഏതിന് പുറത്തായി. അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം എല്ലാവരുടെ മേൽ ഊതുന്നില്ല. അപ്പോൾ ഇവൻ മനുഷ്യൻ സ്വന്തം അവൻ്റെ തീരുമാനത്താലാണ് ഏതെങ്കിലും അവൻ നഷ്ടപ്പാക്കിയത്. ഇനിയും ആർക്കെങ്കിലും തിരികെ വന്നാൽ അവർക്ക് ഈ ഏതെങ്കിലും പുറത്തുള്ളിടത്ത് ഇവൻ ആധിപത്യം സാത്താന് കൊടുത്തു. സാത്താൻ്റെ ആധിപത്യത്തിലുള്ള ലോകത്തിൽ സാത്താനെ കീഴ്പ്പെടുത്തി ജീവിക്കാനുള്ള ശക്തി കർത്താവ് തരും. അപ്പം അവിടാണ് യോഹന്നാൻ 1:12 പ്രസക്തമാകുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിയുന്നു. അതൊരു ഇൻഡിവിജ്വൽ എഫേർട്ട് ഉണ്ട്, അവൻ്റെ വില്ലിങ്നെസ് വേണം. അപ്പോൾ കുറേ ആൾക്കാർ അവരവരുടെ ഇൻഡിവിജ്വൽ എഫേർട്ട് ഉപയോഗിക്കുമ്പോൾ അവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരേ ഒരു ഐക്യത്തിൽ വരും. അതാണ് സഭ എന്ന് പറയുന്നത്, അല്ലേ? ശരി. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം വെച്ചാണ് നടക്കുന്നത്. ഈശോ ഊതി. അപ്പം ആദ്യം ഊതിയപ്പം അവർക്ക് രണ്ട് ജീവൻ കിട്ടി, ശാരീരികവും ആത്മീയ ജീവൻ. ആത്മീയം നഷ്ടപ്പെടുത്തി. അതിപ്പം രണ്ടാമത് ഈശോ ഊതുമ്പോൾ ആത്മീയ ജീവൻ വീണ്ടും തിരിച്ചു കിട്ടി. അപ്പൊ ഇവൻ ഇപ്പൊ തനി ആദത്തിന്റെ ആദ്യ മോഡലായി, സ്വരൂപത്തിൽ തന്നെയായി സായി. പക്ഷേ സ്ഥലം വേറെ. ഇവനിപ്പോ ഏതെങ്കിലും പുറത്താ. അപ്പം ഈ കാരണം സാത്താന്റെ ആധിപത്യം ഉണ്ട് ഇവിടെ. മനുഷ്യൻ കൊടുത്ത ആധിപത്യം, ദൈവം കൊടുത്തതല്ല. പക്ഷേ അവിടെ പ്രശ്നം, അപ്പൊ ഇവൻ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. തിരിച്ചു വന്നാലുള്ള ആ സ്വാധീനത്തിൽ കിടക്കുക. വരാത്തവർ ലോകം അവരുടേതാ. ഏത് സമയത്ത് ഇവർക്ക് വരികയും ചെയ്യും. വരുന്നവർക്ക് അപ്പൊ എന്നാ അറിയോ, ഈ ലോകത്തെ മുഴുവൻ ഇപ്പൊ ഈ ഏതെങ്കിലും തോട്ടം ആക്കുന്നില്ല. പക്ഷേ ഈ ലോകത്തിൽ നിന്ന് ആരെങ്കിലും യേശുവിനെ നാഥന്റെ രക്ഷകനായി സ്വീകരിച്ചാൽ അവന് ഈ ലോകത്തിന്റെ ശക്തി അതിജീവിക്കാനുള്ള പവർ കൊടുക്കുന്നു. അതാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അവിടെ സംഭവിച്ചത്. അപ്പം നൗ ഇവനെ റിപ്പയർ ചെയ്ത ഒരു വ്യക്തിയല്ല. യു ആർ എ ന്യൂ ക്രിയേഷൻ. നീ ഒരു പുതിയ സൃഷ്ടിയായി, ദൈവ പൈതലായി ഉയർത്തി. അപ്പൊ ആദ്യത്തെ അവകാശങ്ങളെല്ലാം അവനിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. ദൈവമകൻ എന്നുള്ള അവകാശം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതിനേക്കാൾ പവറും കൊടുത്തു ഇവനെ. കാരണം ആദത്തിനില്ലായിരുന്ന ഒരു പവർ സാത്താന്, ആദത്തിന് പവറില്ലായിരുന്നുകൊണ്ടാണ് ഈ സ്വർഗരാജ്യത്തിന് തുല്യമായ ഏതെങ്കിലും തോട്ടത്തിൽ മറ്റവൻ കയറിപ്പോയി വീണ്. അന്ന് ഈ സാത്താൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ദൈവമക്കളെ പോലെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ദൈവമകനാണ്, ഓൾറെഡി ദൈവം തൻ്റെ ചായന് സാധിച്ചിട്ടാണ്, ഞാൻ ദൈവമകനും മകളുമാണ്, നീ എന്നെ ഒന്നും ദൈവം പോലെ ആക്കണ്ട എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ദൈവസാദൃശ്യത്തില് ആണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആത്മാവിനെ നൽകപ്പെടുത്തേക്ക് ഞാൻ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഹയർ പവറിലേക്ക്, ഹയർ ഓർഡറിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ഇനിയും പുറകോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പം ദൈവപ്രകൃതിയിലായി, ശരീരം മുഴുവൻ നമ്മൾ പോകുന്നിടം എല്ലാം പരദേശിയാണ്. അപ്പം അതുകൊണ്ട് ആണ് ഇതിന് പുത്രസ്വീകരണത്തിന് ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുന്ന ആപാ പിതാവ് എന്ന് വിളിക്കുന്ന ആത്മാവ്. ഇതെല്ലാം ലേഖനങ്ങളിലെ റോമാക്കാരുടെ ലേഖനത്തിലും പിന്നെ ഗലാത്യക്കാരുടെ ലേഖനത്തിലും ഒക്കെ പറയുന്ന പുത്രന്റെ സ്ഥാനം, അതായത് യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്തിൽ നിങ്ങൾ ആക്കിയിരിക്കുക. ഈ വെളിപ്പെടുത്തൽ മനുഷ്യൻ ലഭിച്ചത് ഈ പൗലോസപ്പസ്തലനിലൂടെയാണ്. ലോകത്തിന് വ്യാഖ്യാനിച്ചു കൊടുത്ത ബൈബിളിലതുണ്ട്, ചരിത്രത്തിലും അതുണ്ട്, ലോകത്തിലും അതുണ്ട്. നമ്മുടെ എൻ്റെ ഒരു അടുത്ത ചോദ്യം, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ തുടങ്ങി ജീവനെക്കുറിച്ച് പറഞ്ഞു, ആത്മാവിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെ എത്തും. പുതിയ നിയമത്തിന് അവസാനം ആദ്യ ഭാഗമൊന്നുമില്ല, എന്നാൽ പോലും നമ്മുടെ വായനയിൽ അങ്ങനെയാണല്ലോ. എത്തുമ്പോഴത്തേക്ക് ആത്മാവിനെ സ്വീകരിക്കാനായിട്ടുള്ള ശക്തി കൊടുത്തു, കൃപ കൊടുത്തു. അവരുടെ മേൽ നിശ്വസിച്ചു. അവൻ ദൈവ സാദൃശ്യത്തിലേക്കും ദൈവഛായയിലേക്കും അവൻ എംപവർ ചെയ്യപ്പെട്ടു. ഇനി അവന് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരുടെ കൂട്ടം ഇവിടെ സംജാതമായി, ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ സംജാതമായി. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മൾ ഈ നടപടി പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് ഈ ആദ്യത്തെ സഭ, അപ്പസ്തോലിക സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെന്നുള്ള തർക്കമറ്റ ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ചും കൂടി ഒന്ന് പരാമർശിച്ച് കഴിഞ്ഞാൽ ഇത് ഏറെക്കുറെ അങ്ങോട്ട് ഈ ചിന്ത ഒന്ന് വരി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:4-3-4 വരുമ്പം
അവിടെ അവിടെ അപ്പസ്തലന്മാരും പരിശുദ്ധ അമ്മയും മറ്റ് സഭ മുഴുവനും 120 പേര് അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം ഉണ്ടായി. തീനാവുടെ രൂപത്തിൽ അഗ്നി അവരുടെ തലയിൽ വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു. അവർ മുഴുവനും ആത്മാവിൽ നിറഞ്ഞ് ഭാഷാപരം ഉപയോഗിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മൂക്കിലേക്ക് ചെറിയ ശ്വാസമായിട്ട് ഊതി ശിക്ഷ സമൂഹത്തിന്റെ മേൽ ഈശോ ഊതി. ഇപ്പൊ കൊടുങ്കാറ്റായിട്ട് വരുന്നു. ഈ കൊടുങ്കാറ്റിനും എല്ലാം ഉപയോഗിക്കുന്ന പദം വിൻഡ് എന്നുള്ളതിനും എല്ലാം ആത്മാവാണ്, ഹൂഹ തന്നെയാണ് ഹീബ്രുവിലെ. അപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇപ്പം നമ്മൾ ദൈവ മക്കളായി. ഇനി ദൈവരാജ്യത്തിലെ വാസ്തവത്തിൽ സൈനിക നേതാക്കന്മാരാകുകയാണ്. ഈ യു ആർ എംപവർ ടു ഹയർ ഓർഡർ. ദൈവരാജ്യത്തിലെ രാജാവ് ദൈവമാണ്. അപ്പം ദൈവ മക്കളാരാ? രാജകുമാരൻ. ഈ രാജകുമാരനെ കൊണ്ട് സൈനിക ട്രെയിനിങ്ങിന് വിട്ടു കഴിഞ്ഞാൽ അവനെ സാധാരണ സോൾജറായിരിക്കും, ഓഫീസറായിരിക്കും. ഇനി ഓഫീസർ മാത്രമല്ല, ട്രെയിനിങ് കഴിഞ്ഞാൽ ഇവന് കിട്ടുന്ന റാങ്ക് രാജാവ് കൊടുക്കുന്ന റാങ്കാണ്. ഈ സൈന്യത്തെ മുഴുവൻ നയിക്കാനുള്ള റാങ്ക്. അപ്പം ഇതാണ് നമ്മുടെ അപ്പസ്തോല പ്രവൃത്തിയിലെ ഇതിലൂടെ, അതല്ലെങ്കിൽ നമ്മുടെ സ്ഥൈര്യലേപനത്തിലൂടെ കിട്ടുന്നത്. ദൈവരാജ്യത്തിലെ യോദ്ധാക്കളാണ് നമ്മൾ. അത് ദൈവമക്കളായ യോദ്ധാക്കളാണ്. അതുകൊണ്ട് വി ആർ ഹൈ റാങ്കിങ് ഓഫീസേഴ്സ്. അപ്പോൾ ഇവിടെ 2 ദൗത്യം നമുക്കുണ്ട്. ഈ രാജാവിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുക. എല്ലാ രാജാക്കന്മാർക്കും 2 ലക്ഷ്യമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1, രാജ്യത്തെ സംരക്ഷിക്കുക ശത്രുക്കളിൽ നിന്ന്. 2, രാജ്യം വിസ്തൃതമാക്കുക. രാജ്യം അതായത് രാജ്യങ്ങൾ തൻ്റെ രാജ്യം വിജയമാക്കുക. അപ്പോൾ ഈ 2 കാര്യമാണ് ഓരോ സ്ഥൈര്യയിലും ലഭിച്ച വ്യക്തികൾ. അപ്പോളജറ്റിക്സ് ആൻഡ് എവാഞ്ചലൈസേഷൻ, വിശ്വാസ സംരക്ഷണവും സുവിശേഷ പ്രഘോഷണവും. അപ്പം അതിനുള്ള പവറാണ്, ആക്ച്വലി എംപവർമെൻ്റ് ആണ് ഈ അപ്പസ്തോല പ്രവൃത്തി 2:4 നടക്കുന്നത്. അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പത്രോസ് എണ്ണീറ്റ് നിന്ന് 36-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉറപ്പിച്ചു. ഇതാരോടാ പറയുന്നത്? യേശുവിനെ ക്രൂശിച്ചതേ യഹൂദരുടെ മുഖത്ത് നോക്കിയാ പറയുന്നത്. അതിനു മുമ്പ് ഈ യോഹന്നാൻ 20:22 ഈശോ വിശ്വസിച്ചപ്പോൾ പത്രോസ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവൊക്കെ ശക്തി പ്രാപിച്ച പത്രോസ് പിന്നെ ചെയ്ത പണി എന്നാ? ഒരു ചെറിയ യൂണിയൻ ഉണ്ടാക്കി മീൻപിടുത്തത്തിന് പോയി. പത്രോസ്, തോമ, നഥാനിയൽ, യാക്കോബ്, യോഹന്നാൻ, മറ്റു ശിഷ്യന്മാർ. അപ്പോൾ അവിടെയും കർത്താവിൻ്റെ കരുണ പുറകെ പോയി. പിടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വെച്ച് പറഞ്ഞിട്ട് നീ എന്നെ സ്നേഹിക്കുന്നൊക്കെ ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടും പത്രോസൊന്നും പ്രസംഗിച്ചില്ല. പക്ഷേ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് അടിമുടി മാറി, തീര യോദ്ധാവായിട്ട് മാറി. ആരാണോ ക്രിസ്തുവിനെ ക്രൂശി തറച്ച് അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പ്രസംഗിക്കുന്നത്. ആ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാമോദിസ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. എൻ്റെ അടുത്ത ഒരു ചോദ്യം, അതായത് ആദിമസഭയിൽ ഉൽപ്പത്തിയിൽ അങ്ങനെ സംഭവിച്ചു, പുതിയ നിയമത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അപ്പസ്തോലിക സഭയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചു. പിന്നെ അങ്ങ് പോവുക. ജെറൂസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. ഇനി ഒരു അഡീഷണലായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ പോകുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവ് ഇവരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണിശമായിട്ടും. അപ്പോൾ ഇവർ ഇന്ന് ദൈവരാജ്യത്തിന് വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. അപ്പം റോമായിലെ സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, എഫേസോസിലെ സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു, ഗലാത്യയിലെ സഭയിൽ പ്രവർത്തിച്ചു, എഫേസോസിലെ സഭയിൽ പ്രവർത്തിച്ചു. മത്തായിയുടെ സുവിശേഷം അവസാനം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഈശോ ശരീരത്തോടെ പ്രത്യക്ഷമല്ല, തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ആയിരിക്കും എന്നുള്ളതാണ് ഈ പറയുന്നത്. യുഗാന്ത്യം വരെ നമ്മളോടുകൂടി ഈശോ ആയിരിക്കും തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. അതിനപ്പുറത്ത് ഇനി ഒന്നുമില്ല എന്ന് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 66, 67, 73 വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു വെളിപാട് നമ്മൾ കാത്തിരിക്കുകയേ വേണ്ട. വേദപുസ്തകത്തിന്റെ വായനയിൽ ദൈവം ആത്മാവാണെന്ന് പറയുന്ന ഒരു മർമ്മപ്രധാനമായ വചനമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവർത്തനങ്ങളെല്ലാം ആത്മാവിലാണ് നടക്കുന്നത്. അബ്സല്യൂട്ട്ലി. അത് ശരീരത്തിലാണ് നടക്കുന്നത്, അത് മനുഷ്യനിലാണ് നടക്കുന്നത്. മനുഷ്യനെ ദൈവീകരിക്കുന്ന പ്രക്രിയയാണ് ആത്മാവ് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന് ആദ്യം പറഞ്ഞ ആത്മാവും, പുതിയ നിയമത്തിൽ ഉത്തേജിപ്പിക്കപ്പെടുന്ന ആത്മാവും, നിശ്വസിപ്പിക്കപ്പെടുന്ന ആത്മാവും, അപ്പസ്തോലിക സഭയിലെ ആത്മാവും, പിന്നെ ഓരോ സഭാസമൂഹത്തിലെ ആത്മാവും, ഇന്നത്തെ സഭയിലെ ആത്മാവും എല്ലാം ഒന്ന് തന്നെ. അപ്പം നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ പിതാക്കന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ ദൈവം ഉപയോഗിച്ച ദൈവമനുഷ്യർ ധാരാളം പേരുണ്ട്.
അപ്പോൾ ഒരു ആരാധനാ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയും അവിടെ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ദൈവം തൻ്റെ ആത്മാവിനെ അവരിലേക്ക് പുറകെ നയിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ദിശാബോധം കൊടുത്തുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവാണ്. അതേസമയത്ത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. അത് അപ്പസ്തോലിക സഭയിൽ ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. സാറിന് ആ ഒരു കാര്യത്തെ കൂടി ഒന്ന് പരാമർശിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പൂർണ്ണത വരിക. പക്ഷേ ഈ എമ്മാനുവേൽ എന്ന ആശയം പഴയ നിയമത്തിലുമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോശ കൽപ്പനകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മലയിലേക്ക് കയറിപ്പോയി. തിരിച്ചു വരാൻ 40 ദിവസം എടുത്തു. ഈ 40 ദിവസത്തിന് അകത്താണ് ജനങ്ങളെല്ലാം കൂടെ അഹ്റോനെ പ്രലോഭിപ്പിച്ചിട്ട് കമ്മലെല്ലാം വളയെല്ലാം ഊരിക്കൊടുത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു മാത്രമല്ല അവർ പറഞ്ഞ്, ഇതാ ഈജിപ്തിൽ നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ കർത്താവ്. ഇനി പുരോഹിതനാണ്, എന്നെ അഹ്റോൻ ലേവി വംശത്തിൽപ്പെട്ടാണ്, മോശയുടെ സഹായിയാണ്, പുരോഹിതൻ അതിനേക്കാൾ കേമം. പുരോഹിതൻ പറഞ്ഞു, നാളെ കർത്താവിൻ്റെ ഉത്സവമായിരിക്കുമെന്ന് ഈ കാളക്കുട്ടി ആരാധിക്കുന്നു. ഇത് കഴിഞ്ഞ് മോശ വന്ന് കൽപ്പകൾ തല്ലി ഉടച്ച് അരിച്ചപ്പെട്ടു ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ദൈവത്തെ അന്വേഷിച്ച് മലയെ പോയതാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. പക്ഷെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് പറയുന്നത്, ഇനി ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. അപ്പം ദൈവം പറഞ്ഞു, ശരി ഞാനതും ചെയ്യാം. അപ്പോൾ അവിടെ ദൈവം കൂടെ വരുന്ന ദൈവമാണ്. ആ കൂടി വരവ് പിന്നീട് കൂടി വരവിന്റെ ആവർത്തനങ്ങൾ ഉണ്ടോന്ന് എൻ്റെ ചോദ്യം. അപ്പം അങ്ങനെ ദൈവം അവരെ കൂടി വന്നുണ്ട്. അവരെ പിന്നെ കാണാൻ ദേശം കൂടെ വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഈ യോഹന്നാൻ 20:22 ഇത് മുഴുവനെ അങ്ങ് റെവല്യൂഷണറൈസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നീ വിശ്വസിപ്പിക്കുകയാണ്. അപ്പം ഇനി അവിടെ വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് നിയമങ്ങൾ കൽപ്പലകളിൽ എഴുതിയായിരുന്നു. അപ്പം ജെറമ്യാ പ്രവാചകനെ തന്നെ പുതിയ നിയമത്തെ പറ്റി പറയുന്നുണ്ട്, ഇനി ഞാൻ ആ കൽപ്പനകൾ അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്ന്. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലും പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, കൽപ്പലകളിലല്ല ഹൃദയഫലങ്ങളിൽ മഷി കൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുമുണ്ട്. അപ്പം നമ്മൾ ഈ പഴയ നിയമ ആ സങ്കല്പത്തിൽ നിന്നൊക്കെ കടലും കടലാടിയും ഉള്ള വലിയ വ്യത്യാസത്തിലാണ്. ആ ഒരു ഉന്നതമായ പദവി നമ്മളൊന്ന് അംഗീകരിച്ചാൽ തന്നെ നമ്മൾ വലിയ വ്യത്യാസത്തിലേക്ക് വരും. ചുരുക്കം പറഞ്ഞാൽ ദൈവം നമ്മിലായി, അതെ, നമ്മൾ ദൈവത്തിൻ്റെതുമായി. ഇനി നമുക്ക് ഒരു ഒഴികഴിവില്ല, ദൈവത്തിന് മാറിയിരിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് യോഹന്നാൻ 15:4, എന്നിൽ വസിക്കും ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് കൃപയുടെ പൂർണ്ണത. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു വചനം ഉണ്ട്. എനിക്ക് തോന്നുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാം നമുക്കിപ്പോൾ കൃത്യമായിട്ട് വാക്യം ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. വായിക്കുമ്പോൾ എവിടെയോ നമ്മളൊരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നുവെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്, പ്രത്യേക സുവിശേഷം പറയുന്നുണ്ട്. സാർ അത് ഓർക്കുന്നുണ്ടോ അതിനെക്കുറിച്ചൊന്ന്? അതാണ്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ആയിരിക്കും ആ നാളിൽ. അതായത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് എന്നെ അനുസരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇനി 2 എൻറ്റിറ്റി ഇല്ല, ഒറ്റ എൻറ്റിറ്റിയേ ഉള്ളൂ. ഞാനും ദൈവവും ഒന്നായി. ദൈവം എൻ്റെ അകത്തായി. ഇനി ഞാൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ എനിക്ക് തനിയെ പോകാൻ പറ്റത്തില്ല. അതാണ്, അത് ഉൽപ്പത്തിയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വിളക്കായിട്ട് ആത്മാവ് ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചിന്ത പോലും അവനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ എല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, ഞാൻ എവിടെ പോയി ഒളിക്കും. അത് വളരെ സത്യം. അത് നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, നടക്കാനിരിക്കുന്ന കാര്യം നേരത്തെ എഴുതി വെച്ചു. അതായത് ആകാശത്ത് പാതാളത്തിൽ പോയി കടക്കുരിച്ച നീ അവിടെയുണ്ട്. 139 നീ എന്റെ ഉള്ളിലുണ്ടെന്ന്. കാരണം യു ആർ ഓൾറെഡി ഇൻസൈഡ് മീ. അപ്പൊ ഇനിയും കബളിപ്പിക്കാൻ പറ്റത്തില്ല, എല്ലാം ഓപ്പണായി. ഒന്നും ഹിഡനായിട്ട് ഇവിടെ സൂക്ഷിക്കപ്പെടുന്നത്. അതായത് നമുക്ക് ഇരുട്ട് നമുക്കൊരു മറയല്ല. വാസ്തവത്തിൽ ഈ പെന്തക്കോസ്ത് തിരുനാളൊക്കെ നമ്മളൊരു തിരുനാളായിട്ട് നമ്മൾ ഏറ്റെടുക്കുമ്പോഴത്തേക്ക് ഈ ആത്മാവിൻ്റെ വേദപുസ്തകത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മൾ ശരിക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നിൻ്റെയും പുറകെ പോകത്തില്ല. വാസ്തവത്തിൽ ശരിയല്ലേ? അത് ഒന്നുമില്ല, നമ്മളെങ്ങും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ നിൽക്കുന്നിടത്ത് ആരുണ്ട്,
ദൈവമുണ്ട്. യു ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം. പെന്തക്കോസ്ത് തിരുനാൾ ആചരിക്കുമ്പോഴത്തേക്ക് നീ ദൈവത്തിൻ്റെ ആലയമാണെന്ന് ഉള്ള തിരിച്ചറിവിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും അപ്പസ്തോലിക സഭയും ഇന്നത്തെ സഭയും ഇന്നത്തെ എന്നെയും എൻ്റെ കഴിഞ്ഞ കാലത്തെ എല്ലാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള വലിയ ബോധ്യം എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം തകിടം അറിയാനായിട്ട് തുടങ്ങും. നമുക്കൊരു പുതിയ ആത്മീയതയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനായിട്ട് പെന്തക്കോസ്ത് തിരുനാൾ ഒരു ചിന്ത നിങ്ങൾക്ക് പകരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ചിന്തയെ നിങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.